നിലാക്കീറിലേക്ക് സ്വാഗതം. അയാളൊരു കർഷകനായിരുന്നു. കടുത്ത മഴയിലും വേനലിലും വിളവൊക്കെയും നശിച്ചു പോകുമ്പോൾ താനൊരു ഭാഗ്യം കെട്ടവനാണ് എന്ന് അയാൾ വിലപിക്കുമായിരുന്നു. ഒരു കർഷകനായിരിക്കുന്നത് ഭൂമിയിലെ ഏറ്റവും നിർഭാഗ്യകരമായ തൊഴിലാണ് എന്ന് അയാൾ നിരന്തരം പറഞ്ഞിരുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അയാളൊരു ഭാഗ്യാന്വേഷിയാണ് എന്ന് പറയാം. കാരണം അയാൾ എല്ലാ വാരവും ഒരു നറുക്കെടുപ്പിൽ പങ്കെടുത്തിരുന്നു. ഒടുവിൽ ഒരു നാൾ അത് സംഭവിച്ചു. അയാളായിരുന്നു നറുക്കെടുപ്പിലെ വിജയി. വലിയൊരു തുകയാണ് സമ്മാനമായി ലഭിച്ചത്. ഭാഗ്യവാനെന്ന് എല്ലാവരും അയാളെ വാഴ്ത്തി. അതിനുശേഷം അയാൾ കൂടുതൽ ഭൂമി വാങ്ങുകയും ഒരു വലിയ വീട് നിർമ്മിക്കുകയും ചെയ്തു. പക്ഷേ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ കാര്യങ്ങളൊക്കെയും മാറിമറിഞ്ഞു. നറുക്കെടുപ്പിൽ വിജയിയായതിനു ശേഷം സുഹൃത്തുക്കളും ബന്ധുക്കളും അയാളോട് സഹായം ചോദിച്ചു. അവരാവശ്യപ്പെട്ടത് ലഭിക്കാഞ്ഞതുകൊണ്ട് അവരൊക്കെയും ശത്രുക്കളായി മാറി. അയാളുടെ വീട്ടിലും അതിൻ്റെ ആഘാതമുണ്ടായി. എന്താണെങ്കിലും 2 വർഷം കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ അയാൾ മാത്രം അവശേഷിച്ചു. അപ്പോഴാണ് അയാൾ ഇങ്ങനെ വിലപിച്ചത്. ഭൂമിയിലെ ഭാഗ്യവാൻ ഞാനാണ് എന്നാണ് കരുതിയത്. പക്ഷേ ഭാഗ്യമെന്നത് മറ്റെന്തോ ആണെന്ന് ഇപ്പോൾ തോന്നുന്നു എന്നായിരുന്നു അയാൾ പറഞ്ഞത്. ഈ കഥ എന്താണ് ഭാഗ്യമെന്ന ചോദ്യം നമ്മിൽ ഉണർത്തുന്നുണ്ട്. അപ്രതീക്ഷിതമായി ലഭിക്കുന്ന നേട്ടങ്ങളെയും ഒഴിഞ്ഞുപോകുന്ന അപകടങ്ങളെയും നേടിയെടുക്കാൻ കഴിഞ്ഞ വിജയങ്ങളെയും ഒക്കെയാണല്ലോ പൊതുവെ നാം ഭാഗ്യമായി കരുതാറുള്ളത്. പക്ഷേ ഒരിക്കൽ ഭാഗ്യമെന്ന് കരുതിയ പലതും പിന്നീട് ജീവിതത്തിനുമേൽ പതിച്ച ദുരന്തമായി മാറുന്നതും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രാർത്ഥിച്ച് സ്വന്തമാക്കിയതിന് നോക്കി അത് കിട്ടാതിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ച എത്രയോ നേരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? ഭാഗ്യമെന്ന പദത്തിൻ്റെ ശരിയായ അർത്ഥം അതൊക്കെ തന്നെയാണോ എന്ന് സ്വയം ചോദിക്കാൻ ഇന്നത്തെ സുവിശേഷം നമ്മെ ക്ഷണിക്കുന്നുണ്ട്. സുവിശേഷ സന്ദർഭം ഇങ്ങനെയാണ്. മംഗളവാർത്തയ്ക്ക് ശേഷം തിടുക്കപ്പെട്ട് യാത്ര പുറപ്പെട്ട മറിയം എലിസബത്തിനെ സന്ദർശിക്കുന്നതും മറിയത്തെ കണ്ട എലിസബത്ത് തങ്ങൾക്കുണ്ടായ ഭാഗ്യത്തെക്കുറിച്ച് പറയുന്നതുമാണ് സുവിശേഷത്തിൽ വായിക്കുന്നത്. ദീർഘനാൾ വന്ധ്യ എന്ന് വിളിക്കപ്പെട്ടിരുന്ന എലിസബത്ത് ഇപ്പോൾ 6 മാസം ഗർഭിണിയാണ്. എന്നാൽ ഉദരത്തിൽ ഉരുവായ കുഞ്ഞോ തന്നിൽ നിന്നും എടുത്തു മാറ്റപ്പെട്ട അപമാനമോ ആയിരുന്നില്ല. മറിച്ച് കർത്താവിൻ്റെ അമ്മ തൻ്റെ അടുക്കൽ വന്നു എന്നതായിരുന്നു അവരുടെ ഹൃദയം നിറച്ച സംഗതി. മറിയത്തെ കണ്ടുമുട്ടാനും അവളുടെ ഉദരത്തിലെ ദിവ്യ ശിശുവിൻ്റെ സാന്നിധ്യത്തിലായിരിക്കാനും കഴിഞ്ഞതാണ് താൻ അനുഭവിക്കുന്ന അതുല്യമായ ഭാഗ്യമായി എലിസബത്ത് എണ്ണിയത്. ഒരു സാധാരണ സ്ത്രീയുടെ അസാധാരണമായ ഒരു കാഴ്ചയായിരുന്നു അത്. എന്തിനേയും ദൈവത്തോട് ചേർത്ത് കാണാൻ ശ്രമിച്ച എലിസബത്തിൻ്റെ അതിശയം അവരുടെ ജീവിതത്തിൽ മാത്രം ഒതുങ്ങിയില്ല. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചതുകൊണ്ട് മറിയവും ഭാഗ്യവതിയാണ് എന്ന് എലിസബത്ത് വ്യാഖ്യാനിച്ചു. കർത്താവിൻ്റെ അമ്മയാകാൻ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നതിനേക്കാൾ കർത്താവിൻ്റെ വാക്കുകൾ വിശ്വസിക്കാനായതാണ് മറിയത്തിൻ്റെ മഹത്വമായി എലിസബത്ത് കണ്ടത്. ആ ചിന്ത നൽകിയ നിറവിൽ അവർ ആഹ്ലാദിച്ചു. ഉണ്ണിയേശുവിനെ കണ്ട ശിമയോനെ പോലെ ദൈവികമായ രഹസ്യങ്ങൾ ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനെ പ്രതി പിതാവിന് നന്ദി പറഞ്ഞ യേശുവിനെ പോലെ ജീവിതത്തിൽ അനുഭവിച്ച ധന്യതയിൽ നിറഞ്ഞിരിക്കുന്ന എലിസബത്തിൻ്റെ മുഖം എത്ര ഛേദോഹരമായിരുന്നിരിക്കും. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏറ്റവും മനോഹരമായ ചിത്രങ്ങളിലൊന്ന് അങ്ങനെ ഹൃദയം നിറഞ്ഞിരിക്കുന്ന എലിസബത്തിൻ്റെ ചിത്രമായിരിക്കും. എലിസബത്തിനെ പോലെ ജീവിതത്തെ നോക്കിക്കാണാനായാൽ ഭാഗ്യവതി, അനുഗ്രഹീത തുടങ്ങിയ പദങ്ങൾക്കൊക്കെ ദൈവികമായ ഒരു പ്രകാശം ലഭിക്കുന്നത് കാണാം. ഭാഗ്യമെന്ന പദത്തിന് എലിസബത്ത് നൽകിയ വ്യാഖ്യാനമനുസരിച്ച് ദൈവിക സാന്നിധ്യത്തിൽ ആഹ്ലാദിക്കാനും ദൈവം പറഞ്ഞത് വിശ്വസിക്കാനും കഴിയുക എന്നതായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം സ്വയം ചോദിച്ചാലോ? എൻ്റെ ജീവിതത്തിൽ ഭാഗ്യമെന്ന് ഞാൻ വിളിക്കുന്നത് എന്തിനെയാണ്? അതിന് ദൈവത്തോടെന്തെങ്കിലും ബന്ധമുണ്ടോ? ഞാൻ കാത്തിരിക്കുന്ന ഭാഗ്യങ്ങൾ എന്നെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതായിരിക്കുമോ? ഭാഗ്യം മാത്രമല്ല, എലിസബത്ത് എന്ന വൃദ്ധ സ്ത്രീ അതിരറ്റ ആഹ്ലാദം അനുഭവിച്ച നേരവും മറിയത്തിൻ്റെ സന്ദർശന നേരമായിരുന്നല്ലോ. ക്രിസ്തുമസിലേക്ക് പ്രവേശിക്കുമ്പോൾ
ഒരാളിൽ ഉണരേണ്ട വികാരം എന്തായിരിക്കണമെന്നുകൂടി അവർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അരികിലെത്തിയ ദൈവിക സാന്നിധ്യത്തിൽ ആനന്ദിക്കാനാവുക എന്നതാണ് അത്. ക്രിസ്തുമസ് ആഘോഷത്തിലൂടെ കടന്നു പോകുമ്പോൾ പലതരത്തിലുള്ള സന്തോഷം നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ദൈവം അടുത്തുള്ളതിനെ പ്രതി സന്തോഷിക്കാൻ എനിക്ക് കഴിയുമായിരിക്കുമോ? നമ്മുടെ ഭാഗ്യവിചാരങ്ങളെയും സന്തോഷങ്ങളെയും മറ്റൊരു കണ്ണിലൂടെ നോക്കാൻ എലിസബത്ത് ക്ഷണിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ക്രിസ്തുമസിനെ തന്നെ മറ്റൊരു തരത്തിൽ സമീപിക്കാനുള്ള ക്ഷണമാണ് അത്. അനുഗ്രഹീതനായ ആ ശിശുവിൻ്റെ സാന്നിധ്യം നമുക്ക് മെച്ചപ്പെട്ട ജീവിതത്തിലേക്കുള്ള ഒരു ക്ഷണമായി തീരട്ടെ. പ്രാർത്ഥിക്കാം. ഈശോയെ, നിൻ്റെ സ്നേഹത്തെക്കുറിച്ച് കേൾക്കാനായതിൽ ഭാഗ്യവും നിൻ്റെ സാന്നിധ്യത്തിൽ ആയിരിക്കാനാവുന്നതിൽ സന്തോഷവും കണ്ടെത്താൻ എന്നെ സഹായിക്കണമേ. ആമേൻ. സ്തുതിയായിരിക്കട്ടെ.